ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു ദീപം തെളിയിക്കുന്നതും നമ്മുടെ ആത്മീയ യാത്രയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അന്ധകാരം അകറ്റുന്നതിന് ഒരു ദീപത്തിൻ്റെ ആവശ്യമുള്ളതുപോലെ അജ്ഞാന അന്ധകാരം അകറ്റുന്നതിന് അനുയോജ്യമായ ഒരു ദീപം ആവശ്യമാണ്. ദീപം തെളിയിക്കണമെങ്കിൽ ഒരു വിളക്കും എണ്ണയും തിരിയും തീപ്പെട്ടിയുമെല്ലാം ആവശ്യമാണ്. ആത്മീയ ദീപം തെളിയിക്കുന്നതിനുള്ള വിളക്ക് ഹൃദയമാണ്, മനസ്സ് തിരിയാണ്, പ്രേമമാണ് എണ്ണ, വൈരാഗ്യം അതായത് രാഗമില്ലാത്ത അവസ്ഥ അതാണ് തീപ്പെട്ടി. ഇവ നാലുമുണ്ടെങ്കിൽ ആത്മജ്യോതി നല്ല പ്രഭയോടെ പ്രകാശിക്കും. ആത്മജ്യോതി പ്രകാശിക്കുമ്പോൾ ജ്ഞാനത്തിൻ്റെ വെളിച്ചം പ്രത്യക്ഷപ്പെടുകയും അജ്ഞാനമാകുന്ന അന്ധകാരം അകലുകയും ചെയ്യുന്നു. വിളക്കിൻ്റെ ജ്വാലയ്ക്ക് രണ്ട് ഗുണങ്ങളുണ്ട്. ഒന്ന് ഇരുട്ടിനെ തുരത്തുക, മറ്റൊന്ന് തുടർച്ചയായി മുകളിലോട്ട് മാത്രം ചലിക്കുക. ഒരു കുഴിയിലിറക്കി വച്ചാലും വിളക്കിൻ്റെ ജ്വാല മുകളിലേക്ക് തന്നെ ചലിക്കും. അതിനാൽ ഋഷികൾ മനുഷ്യനെ ഉന്നതങ്ങളിലേക്ക് നയിക്കുന്ന ജ്വാലയായി ജ്ഞാനമാകുന്ന വിളക്കിനെ ആരാധിക്കുന്നു. അതിനാൽ പ്രകാശത്തിൻ്റെ പ്രഭയെ നിസ്സാരമായ ഒരു പ്രതിഭാസമായി കണക്കാക്കരുത്. ബാഹ്യമായ ദീപങ്ങൾ കൊളുത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആത്മജ്യോതിയും കൊളുത്തുവാൻ ശ്രമിക്കണം. പ്രേമദീപം പ്രകാശിക്കുമ്പോൾ ഈശ്വരൻ പ്രത്യക്ഷീഭവിക്കുന്നു. അത് ശുദ്ധിയോടെ ശോഭയോടെ ജ്വലിക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം നിലനിൽക്കുന്നു. ഈ ദീപത്തിൽ നിന്നും ജ്ഞാനത്തിൻ്റെ വിളക്കുകൾ കൊളുത്തുവാൻ മറ്റുള്ളവരെ കൂടി അനുവദിക്കുമ്പോൾ ഈശ്വരൻ അനുഗ്രഹം ചൊരിയുന്നു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.